നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ചലീഗഡിലെ പനച്ചിയിൽ അജീഷിന്റെ വീട്ടിൽ മന്ത്രിയും സംഘവും എത്തിയത്. വനം മന്ത്രി, റവന്യൂ മന്ത്രി തുടങ്ങിയവരൊക്കെ തന്നെയും കഴിഞ്ഞ ദിവസം ഈ വീട് സന്ദർശിച്ചിരുന്നു. ഈ വീട്ടിലെത്തുമ്പോഴൊക്കെ തന്നെ എല്ലാ മന്ത്രിമാരുടെ മനസ്സിലും ഒരു പേടിയുണ്ടായിരുന്നു. ഇവിടുത്തെ ജനം, ഇവിടുത്തെ വീട്ടുകാർ എങ്ങനെ പ്രതികരിക്കുമെന്ന്. കാരണം 8ാം ക്ലാസ്സിൽ മാത്രമാണ് പഠിക്കുന്നത് എങ്കിലും വ്യക്തമായി കാര്യങ്ങൾ തുറന്നു പറയാനുള്ള മനക്കട്ടിയുള്ള പിള്ളാരാണ് അവിടെ ഉണ്ടായിരുന്നത്. അതുതന്നെ സംഭവിക്കുകയും ചെയ്തു. സ്വന്തം അപ്പന്റെ മരണത്തിന് ഒരു പരിധിവരെയെങ്കിലും കാരണക്കാരായവരെ കൺമുന്നിൽ കിട്ടിയപ്പോൾ ആ കുട്ടികൾ ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? അവരുടെ മനോനില തെറ്റിനിൽക്കുന്ന സാഹചര്യം. വാവിട്ട പലതും പറഞ്ഞുപോയി. വോട്ട് തേടി ഇവിടെ വരണ്ട, ഇനി കാട്ടിൽ പൊക്കോ, അവിടെയുള്ള മൃഗങ്ങൾ നിങ്ങൾക്ക് വോട്ട് തരും. നിങ്ങൾക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാണ് ഞങ്ങളുടെ വീട്ടിൽ വന്നത്? 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ ഇളയ മകൻ വരെ മന്ത്രിയോട് ചോദിച്ച ചോദ്യമായിരുന്നു ഇത്. ഇതിനെല്ലാത്തിനും നാട്ടുകാരടക്കമുള്ളവർ സപ്പോർട്ടുമുണ്ട്. നാട്ടുകാർ മാത്രമല്ല, ഇത് കാണുന്ന ഓരോരുത്തരും. എന്തിനാണ് ഈ മന്ത്രിമാരെ വീട്ടിൽ കയറ്റിയത് എന്ന് ചോദിക്കുന്നവരും നിരവധിയാണ്. കഴിഞ്ഞ ദിവസം മന്ത്രിയുടെ മുന്നിൽ പൊട്ടിത്തെറിച്ച ആ കുട്ടികളുടെ ദൃശ്യമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത്. നമ്മുടെ എഗ്രിമെന്റിന്റെ ഫണ്ടില്ല. എഗ്രിമെന്റ് അല്ല. അല്ല, വനമന്ത്രി സഭയെ പറഞ്ഞായിരുന്നു വനം സംരക്ഷിക്കാൻ, വന്യമൃഗത്തെ സംരക്ഷിക്കാനാണ് എന്ന്. അതുകൊണ്ടായിരിക്കും മനുഷ്യർക്ക് വിലയില്ലാത്തത്. കഴിഞ്ഞ ദിവസം വീട്ടിലെത്തിയ വിദ്യാർത്ഥികളോട് പല കാര്യങ്ങളും പറയുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. എന്തായാലും അതിനു മുന്നേ തന്നെ ഗവർണറും സംഘവും എത്തിയിരുന്നു. ഗവർണറോട് ഏറെ നേരമാണ് ആ വീട്ടിലേക്കുരുന്ന് തന്റെ വിഷമങ്ങൾ പറഞ്ഞു തീർത്തത്. അജീഷിന്റെ വീട്ടിലാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആദ്യം എത്തിയത്. ഗവർണർ വീടിനകത്തേക്ക് കയറിയപ്പോൾ തന്നെ അജീഷിന്റെ കുടുംബാംഗങ്ങളും ബന്ധുക്കളും അവരുടെ സങ്കടങ്ങൾ പങ്കുവച്ചു. 1/4 മണിക്കൂറോളം അജീഷിന്റെ മകൾ അൽനയും ഭാര്യ ഷിബയും അമ്മ എൽസിയുമായി ഗവർണർ സംസാരിച്ചു. അപകടകാരികളായ വന്യമൃഗങ്ങളെ വിദേശിടങ്ങളിലെ പോലെ മറ്റിടങ്ങളിലേക്ക് മാറ്റുകയോ വേട്ടയാടുകയോ ചെയ്യുന്ന രീതി ഇവിടെയും കൊണ്ടുവരണമെന്നാണ് അൽന ആവശ്യപ്പെട്ടത്. തന്നെ പോലെ മറ്റൊരാൾക്ക് കൂടി ഈ ഒരു അവസ്ഥ വരരുത് എന്നും ഗവർണറോട് അൽന ആവശ്യപ്പെട്ടു. എന്ത് കാര്യത്തിനും കൂടെ ഉണ്ടാവുമെന്ന് ഗവർണർ എല്ലാവരോടും ആശ്വസിപ്പിച്ച് ആ ഉറപ്പും നൽകി. പുറത്തിറങ്ങിയപ്പോൾ കാത്തിരുന്ന കർഷകർ ഞങ്ങൾ ഇവിടെ ജീവിക്കാൻ ഭയക്കുന്നുവെന്നാണ് ഗവർണറോട് പറഞ്ഞത്. അതേസമയം ഇനി മനുഷ്യനൊന്നും വോട്ട് ചെയ്യേണ്ടല്ലോ, മൃഗങ്ങൾ വോട്ട് ചെയ്താൽ മതിയല്ലോ എന്ന കൊല്ലപ്പെട്ട അജീഷിന്റെ മകൻ അലന്റെ ചോദ്യത്തിന് മുന്നിൽ മന്ത്രിമാർ നിശബ്ദരായി നിന്നതാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. ബീഡിപ്പടക്കം കൊണ്ട് ആനയെ ഓടിക്കാൻ സാധിക്കുമോ എന്നും 4ാം ക്ലാസ് വിദ്യാർത്ഥിയായ അലൻ മന്ത്രിമാരോട് ചോദിച്ചു. വന്യമൃഗങ്ങളുടെ തുടർച്ചയായ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട നാട്ടുകാരും ബന്ധുക്കളും പരാതികളും ഉന്നയിച്ചു. കർണാടകയിൽ നിന്ന് എത്തിയ ആനയെ പിടികൂടാൻ ദിവസങ്ങളോളം കഴിഞ്ഞിട്ടില്ല. ഇതിൽ നടപടി വേണം. മൃഗങ്ങൾ ഇങ്ങനെ നാട്ടിലിറങ്ങിയാൽ ഞങ്ങൾ കാടുകയറേണ്ടി വരുമെന്നും എന്തൊക്കെ സംഭവിച്ചാലും ഉദ്യോഗസ്ഥരെ കണി കാണാൻ കിട്ടാറില്ല എന്നും ഈ അവസ്ഥ തുടർന്നാൽ ഇനി നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ ജനങ്ങൾ തന്നെ കൊല്ലുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി. കുരങ്ങന്റെയും കാട്ടാനയുടെയും വോട്ട് വാങ്ങിയല്ലോ നിങ്ങൾ സഭയിലേക്ക് എത്തിയത്, മനുഷ്യരുടെ വോട്ട് വാങ്ങിയല്ലേ എന്നും ചോദിച്ചു. ജനങ്ങളുടെ കാര്യത്തിൽ ഭരണം നടത്തുന്നവർ ഉത്തരവാദിത്തം നിറവേറ്റണമെന്നും ബന്ധുക്കളും നാട്ടുകാരും ആവശ്യപ്പെട്ടു. ബത്തേരിയിലെ അവലോകന യോഗത്തിന് ശേഷം ഉച്ചകഴിഞ്ഞാണ് മരിച്ചവരുടെ വീടുകളിൽ മന്ത്രിമാർ സന്ദർശനം നടത്തിയത്. കടുവ കൊന്ന വാക്കേരി മുടക്കൊല്ലി പ്രജീഷിന്റെ വീട്ടിലായിരുന്നു ആദ്യ സന്ദർശനം. കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മാനന്തവാടി, പടമല, പനച്ചിയിൽ അമേഷ്, പാകം, വെള്ളച്ചാലിൽ പോൾ തുടങ്ങിയവരുടെ വീടുകളിലും സന്ദർശിച്ചു. പ്രശ്നസാധ്യത കണക്കിലെടുത്ത് വൻ പോലീസ് സന്നാഹത്തോടെയായിരുന്നു മന്ത്രിമാരുടെ സന്ദർശനം. അതേസമയം കേന്ദ്രമന്ത്രി ഇന്ന് വയനാട്ടിൽ എത്തുകയാണ്. കേന്ദ്ര വനം വകുപ്പ് മന്ത്രി ഭൂപേർ യാദവാണ് ഇന്ന് സന്ദർശനം നടത്തുന്നത്. സംസ്ഥാന സർക്കാരിന്റെ കഴിവില്ലായ്മ മൂലമാണ് പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയാത്തതെന്നും കേന്ദ്രം ഇടപെടണമെന്നും ആവശ്യപ്പെട്ട് BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ കേന്ദ്രമന്ത്രിയുമായി ചർച്ച നടത്തിയിരുന്നു. തുടർന്നാണ് മന്ത്രി ഇന്ന് ഇവിടേക്ക് എത്തുന്നത്.